ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ചിലത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, ചിലത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചില വീഡിയോസിന് ആ ഒരു ലെങ്ത് ഇല്ല, പെട്ടെന്ന് തീരും. അപ്പോൾ അതൊന്നും വിചാരിക്കേണ്ട, അങ്ങ് ക്ലാസ് കേട്ട് പോവുക കേട്ടോ. എഴുതിയെടുക്കുക, പഠിക്കുക. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്താണ്? മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്താണ്? നമുക്കറിയാം, എന്ത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ബോധവും വിവരവും വേണം, അല്ലെ? ഈ ബോധവും വിവരവും എവിടെയാണ്? നമ്മുടെ മനസ്സിലെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലാണ്, അല്ലെ? അപ്പൊ വൈജ്ഞാനിക വികാസമാണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. വൈജ്ഞാനിക സമീപനം അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസമാണ് എന്ന് പറയാം. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം. കാരണം നമുക്ക് അറിവ് കൂടുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക ഘടന വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് എല്ലാ മേഖലകളിലും നമുക്കൊരു അറിവുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസമാണെന്ന് പഠിച്ചു വെക്കുക. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഇത് പല ക്വസ്റ്റ്യൻസിൽ പല രീതിയിൽ വരുന്നുണ്ട്. ഇത് ആ രീതിയിലെല്ലാം പഠിച്ചു വെക്കുക. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയാധാന മാതൃക. ആശയാധാന മാതൃക, ആശയങ്ങളെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അക്വയർ ചെയ്യണം എന്നുള്ള ഒരു മാതൃക. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നു. ഓക്കെ, ആശയാധാന മാതൃക. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയാധാന മാതൃക. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം അയാളുടെ വൈജ്ഞാനിക ഘടന, വൈജ്ഞാനിക വികാസമാണ്. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയാധാന മാതൃക എന്ന് പറയുന്നത്. അടുത്തതാണ് ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനത്തിന്റെ ശ്രേണി സിദ്ധാന്തം ആരുടെ എന്ന് പഠിച്ചു. ഇത് ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം കേട്ടോ മക്കളെ. അതുകൊണ്ട് ഇത് ക്ഷമിക്കുക. കാരണം നമ്മൾ അറിയാണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അത് ഓൾറെഡി ഇങ്ങനെ റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ആരുടെയാണ്? റോബർട്ട് എം ഗാഗ്നയുടേതാണ്. എബ്രഹാം മാസ്ലോവിൻ്റെതാണ്. എബ്രഹാം മാസ്ലോ. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം എബ്രഹാം മാസ്ലോയുടേതാണ്. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം എബ്രഹാം മാസ്ലോയുടേതാണ്. അത് ശാരീരിക ആവശ്യം, സുരക്ഷാ ആവശ്യം, സ്നേഹം, സ്വന്തം എന്ന ആവശ്യം, ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യം, വൈജ്ഞാനിക ആവശ്യം, സൗന്ദര്യാത്മക ആവശ്യം, ആത്മസാക്ഷാത്കാരം. ഇങ്ങനെ പോകുന്നു ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത്. ആവിഷ്കരിച്ചിരിക്കുന്നത് എബ്രഹാം മാസ്ലോയാണ്. ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ്. ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ്. ശാഖീയ കാര്യക്രമം എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് ആണ്. ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ്. ശാഖീയ കാര്യക്രമം എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് ആണ്. ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് നോർമാൻ എ ക്രൗഡർ ആണ്. നോർമാൻ എ ക്രൗഡർ ആണ് ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. നോർമാൻ എ ക്രൗഡർ ആണ്. താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ഫലപ്രദമായ പഠന രീതി ഏതാണ്? താഴ്ന്ന ക്ലാസ്സുകളിലെ ഏറ്റവും ഫലപ്രദമായ രീതി നമ്മൾ പറയാറുണ്ട്, കളിരീതി എന്ന് പറയുന്നുണ്ട്. അതല്ല, കഥാകഥന രീതി, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ഫലപ്രദമായ പഠന രീതി കഥാകഥന രീതി. അതായത് കളിരീതിയും വരാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ കഥാകഥന രീതിയും ഒരു ഇമ്പോർട്ടന്റ് മെത്തേഡ് ആണ്. കളിരീതി നമുക്കറിയാം ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിലെയാണ്. എന്നാൽ ഇത് പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത്? കഥാകഥന രീതി അഥവാ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ 5 ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപോക്കാം. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം വൈജ്ഞാനിക സമീപനമല്ല അഥവാ വൈജ്ഞാനിക വികാസമാണ്. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയാധാന മാതൃക അഥവാ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് എബ്രഹാം മാസ്ലോയാണ്.
ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നോർമാൻ എ ക്രൗഡർ ആണ്. ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് നോർമാൻ എ ക്രൗഡർ ആണ്. ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് നോർമാൻ എ ക്രൗഡർ ആണ്. താഴ്ന്ന ക്ലാസ്സുകളിലെ ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ്? കഥാകഥന രീതി. താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ഫലപ്രദമായ രീതിയാണ് കഥാകഥന രീതി എന്നറിയപ്പെടുന്നത്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ്, ഏറ്റവും പഴക്കമുള്ള ബോധന രീതി ഏതാണ്? ഏറ്റവും പഴക്കമുള്ള ബോധന രീതി പ്രസംഗ രീതിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല എക്സാമുകളിലും വരുന്നതാണ്. ലെക്ചർ മെത്തേഡ് അഥവാ പ്രസംഗ രീതി. ഏറ്റവും പഴക്കമുള്ള ബോധന രീതിയാണ് പ്രസംഗ രീതി അഥവാ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാനും റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. സ്റ്റീഫൻ എം കോറി 951 വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തതാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര്. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര്. വ്യക്തിഗത ബോധന സമ്പ്രദായം പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായം അറിയപ്പെടുന്നത് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ്. ഓക്കെ, വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരെന്താണ്? കെല്ലർ പ്ലാൻ എന്നാണ്. കെല്ലർ പ്ലാൻ വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. FS കെല്ലർ ആണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. FS കെല്ലർ ആണ്. ഓക്കെ, വ്യക്തിഗത ബോധന സമ്പ്രദായം FS കെല്ലറിൻ്റെതാണ്. കെല്ലർ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പഴക്കമുള്ള ബോധന രീതിയാണ് പ്രസംഗ രീതി. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറി. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരാണ് കെല്ലർ പ്ലാൻ. FS കെല്ലർ ആണ് അതിന്റെ ഉപജ്ഞാതാവ്. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ഡൂയി. ജോൺ ഡൂയി. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ഡൂയി. ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം എന്നാണ്? ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം 1901 ശാന്തി നികേതൻ ആരംഭിച്ച വർഷം 1901. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡൂയി ആണ്. ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം 1901. ഒന്നുകൂടെ, ഏറ്റവും പഴക്കമുള്ള ബോധന രീതി പ്രസംഗ രീതി. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറി. വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര് കെല്ലർ പ്ലാൻ. വ്യക്തിഗത ബോധന സമ്പ്രദായം ആരുടേതാണ്? FS കെല്ലറിൻ്റെതാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം വൈജ്ഞാനിക വികാസം. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയാധാന മാതൃക അഥവാ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? എബ്രഹാം മാസ്ലോയാണ്. ശാഖീയ കാര്യക്രമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നോർമാൻ എ ക്രൗഡർ ആണ്. താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ഫലപ്രദമായ ബോധന രീതി ഏതാണ്? കഥാകഥന രീതിയാണ്. ഏറ്റവും ഫലപ്രദമായ പഠന രീതി കഥാകഥന രീതിയാണ്. അടുത്തത്, ഏറ്റവും പഴക്കമുള്ള ബോധന രീതിയാണ് പ്രസംഗ രീതി. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറി. വ്യക്തിഗത ബോധന സമ്പ്രദായം പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആരാണ്? FS കെല്ലറിൻ്റെതാണ്. കെല്ലർ പ്ലാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ഡൂയി ആണ്. ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം 1901. കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്ന വർഷം എന്നാണ്? കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്ന വർഷം 1952. 1952 കേരളത്തിലെ ആദ്യത്തെ SSLC പരീക്ഷ നടന്നത്. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്നത് 2005. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് കേരളത്തിൽ ആദ്യത്തെ SSLC പരീക്ഷ നടന്നത് 2005. കേരളത്തിലെ ആദ്യത്തെ SSLC പരീക്ഷ നടന്നത് 1952. ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് നടന്നത് 2005 എന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്തവണയും കഴിഞ്ഞ തവണത്തെയൊക്കെ എന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചു വെക്കുക, എഴുതി പഠിച്ചു വെക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായി 20 നമുക്ക് അടുത്ത റിവിഷനിലേക്ക് പോകാം. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.